എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിന്നറിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗീവ് വിന്നറിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഇടും. പിന്നെ ഇപ്പോൾ വിന്നറിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ നിൽപ്പുണ്ട്. അവർക്ക് പപ്പിയെ കൈമാറുന്ന വീഡിയോയും കൂടിയായിട്ട് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും ഇത് ഇടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അന്ന് വീഡിയോയിൽ ജസ്റ്റ് ഒരു പപ്പി കൊടുക്കുന്നെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഏത് പപ്പിയെ കൊടുക്കുന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഇവരെ കോൺടാക്ട് ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴും അവരും ചോദിച്ചില്ല ഏത് പപ്പി വേണം, ആണ് മെയിൽ വേണോ ഫീമെയിൽ വേണോന്ന്. നമ്മളും പറഞ്ഞില്ല ഏതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരു പപ്പിയെ മാത്രം കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു മെയിനെയാണ്. പിന്നെ ആർക്കും വിഷമം തോന്നരുത് എനിക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര ജെന്യൂനായിട്ടാണ് വിന്നറിനെ സെലക്ട് ചെയ്തത്. ഒരിക്കലും ഇന്നയാൾക്ക് കിട്ടണം അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എൻ്റെ പേഴ്സണൽ രീതിയിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരൊറ്റ ഷൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. വീണ്ടും ചെയ്ത് നോക്കിയിട്ടല്ല വിന്നറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. വിജി എൻ്റെ കസിനാണ്. അപ്പോൾ ഇവൾ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും വിന്നറിനെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് പറയും. സ്റ്റാർട്ട് പറയുന്ന ടൈമിൽ ഇവള് എൻ്റെ ഗീവ് അവേ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്ക് ആള് കണ്ണടച്ച് വെച്ചിട്ട് കമന്റ് പതിയെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ മാറി നിന്നിട്ട് സ്റ്റോപ്പ് പറയും. അവള് സ്ക്രീനിലോട്ട് നോക്കത്തില്ല. ഞാൻ സ്റ്റോപ്പ് പറയുമ്പോഴത്തേക്ക് ആളും അത് സ്ക്രീനിൽ നിന്ന് കൈമാറ്റിയിട്ട് ആ സമയത്ത് എത്ര പേരുടെ കമന്റ്സ് ആണോ വന്ന് കിടക്കുന്നത് അത്ര നമ്പർ ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ 3 പേരുടെ കമന്റ്സ് ആണ് ആ സമയത്ത് വന്ന് കിടക്കുന്നതെങ്കിൽ ഞാൻ പറയും 3 നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3 ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറയും. അപ്പൊ വിജി തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ പറയും. ആ സെലക്ട് ചെയ്യുന്ന നമ്പറിൽ ആരുടെ പേരാണോ വന്ന് കിടക്കുന്നത് അവരായിരിക്കും വിന്നർ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഭയങ്കര മഴയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി നമുക്ക് താഴെ പോയിട്ട് ചെയ്യാം. കാണുന്നുണ്ട് ഇടക്കന്നിട്ട് അത് നോക്കിയാലോ. അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് കണ്ണ് കെട്ടി കൊടുക്കാം. ഓക്കെ, ഞാനേ ഇതിന്റെ തുടക്കം എടുത്തു കൊടുക്കാം. വീഡിയോ കമന്റ്സിന്റെ ഫസ്റ്റ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മുകളിലോട്ടില്ലാക്കുക. ഫസ്റ്റ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. അയ്യോ, ഫസ്റ്റ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കൈ കൊടുക്കുകയാണ്. റെഡി പറയുമ്പോ പതുക്കെ പതുക്കെ മുകളിലോട്ട് ഇട്ടാൽ കറക്റ്റാ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. 1, 2, 3 പേരുടേതുണ്ട്. സ്റ്റോപ്പ് പറഞ്ഞപ്പോഴുള്ള സ്ക്രീൻ ഇതാണ്. ഇതില് 3 ഏതെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചി. 1, 2, 3 2. സംഗീത ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു. സംഗീത സിദ്ധാർത്ഥ് ട്രിവാൻഡ്രം. അതാണ് വായിച്ചു. അതാണ് അപ്പൊ നമ്മുടെ ഗീവ് വിന്നർ. ഇവിടെ ഗീവ് വിന്നറിനെ നമ്മള് വിളിച്ചിട്ടുണ്ട് പപ്പിയെ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ആള് ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് പപ്പിയും കൊണ്ട് അങ്ങോട്ട് പോവാം. പപ്പിയെ കൊണ്ടോ. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന പപ്പി ഇതാണ്. ആൺകുട്ടിയാണ്. ആൺകുട്ടി മേലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അമ്മയടുത്തൊരു ടാറ്റ പറഞ്ഞു കൊടുത്തിട്ട് പോവാം. അമ്മക്ക് ടാറ്റ പറ. നീ മാറ്. അമ്മക്കൊന്നും വേണ്ട. ഈ കാണുന്നതാണ് എൻ്റെ അനിയത്തി.
നമ്മുടെ വിന്നർ പറഞ്ഞിരുന്നു ആളുടെ ഫേസ് കാണിക്കേണ്ടതാണ്, ആൾക്ക് ഷൈ ആണെന്ന്. അപ്പോൾ ആളുടെ ഫേസ് കാണിക്കാത്ത രീതിയിൽ വിന്നറിനെ കാണിച്ചു തരാം. കയ്യിലിരിക്കുമ്പോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. താഴെ കിടക്കുന്നത് ഭയങ്കര കുസൃതിയാണ്. ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മള് പപ്പിയെ കൈമാറുന്നത്. പപ്പിയെ വാങ്ങിക്കേണ്ട ആൾക്കാർ വന്നിട്ടുണ്ട്, വിന്നർ വന്നിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ക്യാമറയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ആളുടെ കസിൻ ഒരു കുട്ടിയാണ്, ആളാണ് നമ്മുടെ നിന്ന് പപ്പീനെ വാങ്ങാൻ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? പെണ്ണ് വേണോ ആണ് വേണോ അങ്ങനെ പറഞ്ഞാ പറഞ്ഞില്ലേ? ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലേ? എന്തെങ്കിലും പറയാനോ അങ്ങനെ പറഞ്ഞിരുന്ന അങ്ങനൊന്നും പറഞ്ഞിരുന്നില്ല. അത്രേ ഉള്ളൂ. ഇനി പപ്പിയെ കിട്ടിയില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, ഇവളാണ് പപ്പി. ഇവളുടെ സെക്കൻഡ് ഹിറ്റ് ആയി വരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഗിവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി അപ്പോൾ നിങ്ങളായിരിക്കും വിന്നർ. സ്റ്റേ ട്യൂൺഡ്. ബൈ.